അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യ സഹജമായിട്ടുള്ള ഒന്നാണ് ദേഷ്യം, കോപം. പക്ഷേ അമിതമായിട്ടുള്ള കോപം, അമിതമായിട്ടുള്ള ദേഷ്യം, അടക്കാൻ പറ്റാത്ത ദേഷ്യം, ഒരാളെ മനസ്സിലിട്ട് അവരോട് ദേഷ്യം പുലർത്തുക, അവരുടെ മുഖം മനസ്സിൽ വരുമ്പോൾ തന്നെ ദേഷ്യത്തോട് ചിന്തിക്കുക. കത്തിപ്പടരുന്ന ദേഷ്യം, ഇത് പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ദേഷ്യം കാരണം നമുക്ക് സ്ട്രെസ്സ്, ഹൈ BP, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുക, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആയതിനാൽ നമ്മൾ ദേഷ്യം അടക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് താങ്ങാവുന്നതിലപ്പുറം ദേഷ്യം വരികയും കുറേ സമയം ദേഷ്യം തങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. എന്നാൽ അത് നമ്മൾ ഒരു പ്രാവശ്യമായിട്ടല്ല, ഒരു 33 പ്രാവശ്യം പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ മാറ്റം കാണാൻ പറ്റും. അത് മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ വാക്യം ഇത് ഒരു പ്രാവശ്യമായിട്ടല്ല, നമുക്കങ്ങനെ ദേഷ്യം ഫീൽ ചെയ്യുമ്പോൾ ഒരു 33 പ്രാവശ്യം പറയുകയാണെങ്കിൽ, മനസ്സിൽ ഉച്ചരിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ പൈശാചിക ഭാഗത്തു നിന്നുള്ള ദേഷ്യം പെട്ടെന്ന് തന്നെ അത് അടങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നന്ദി.